പ്രേക്ഷകർക്കും ഫിൽമി തിങ്സ് എന്ന യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. എല്ലാം കൊണ്ടും മലയാള സിനിമയ്ക്ക് എടുത്തു പറയാവുന്ന വർഷമാണ് 2024. യുവതാരങ്ങൾക്കൊപ്പം മറ്റു താരങ്ങളുടെ തിരിച്ചുവരവും ഈ വർഷം ഉണ്ടായി. 2024 ആദ്യം ഹിറ്റായ ചിത്രം ജയറാം നായകനായ എബ്രഹാം ഓസ്ലറാണ്. ഒരിടവേളയ്ക്ക് ശേഷം ജയറാം ശക്തമായി തിരിച്ചു വന്ന ചിത്രമാണ് ഇത്. മിഥുൻ മാനുവൽ തോമസ് ഡയറക്റ്റ് ചെയ്ത ചിത്രം 40 കോടി രൂപയാണ് ബോക്സ് ഓഫീസിൽ നിന്നും നേടിയത്. മമ്മൂട്ടി വ്യത്യസ്തമായ ഗെറ്റപ്പിലെത്തിയ ഭ്രമയുഗമാണ് അടുത്തത്. കൊടുമൺ പോറ്റിയായി മമ്മൂട്ടി എത്തിയ ചിത്രം ഒരു ഹൊറർ ചിത്രം എന്ന നിലയിൽ വ്യത്യസ്തമായ കാഴ്ചാനുഭവമായി. സിദ്ധാർത്ഥ് ഭരതൻ, അർജുൻ അശോകൻ എന്നിവർ അണിനിരന്ന ചിത്രം ഡയറക്റ്റ് ചെയ്തത് രാഹുൽ സദാശിവനാണ്. 27 കോടി മുടക്കിയ ചിത്രം 85 കോടിയാണ് നേടിയത്. മഞ്ഞുമൽ ബോയ്സ് എന്ന ചിത്രമാണ് 2024 ഏറ്റവും കൂടുതൽ കളക്ഷൻ നേടിയ ചിത്രം. ഒരു സർവൈവൽ ത്രില്ലറായി ഒരുക്കിയ ചിത്രം വലിയ വിജയം നേടി. തമിഴ്നാട്ടിലും വളരെയധികം ശ്രദ്ധിക്കപ്പെട്ട ചിത്രം ചിദംബരമാണ് ഡയറക്റ്റ് ചെയ്തത്. 20 കോടി മുതൽ മുടക്കിൽ എടുത്ത ചിത്രം 242 കോടിയാണ് നേടിയത്. ആടുജീവിതമാണ് അടുത്ത ചിത്രം. പൃഥ്വിരാജിനെ നായകനാക്കി ബ്ലെസ്സി സംവിധാനം ചെയ്ത ചിത്രം പൃഥ്വിരാജിൻ്റെ അഭിനയം കൊണ്ടും ഫിസിക് കൊണ്ടും ചർച്ചയായി മാറി. സർവൈവൽ ത്രില്ലർ വിഭാഗത്തിൽ പെടുന്ന ചിത്രം വലിയ വിജയമായി മാറി. 82 കോടി ബഡ്ജറ്റിലൊരുങ്ങിയ ചിത്രം 160 കോടിയാണ് നേടിയത്. ജിത്തു മാധവൻ ഡയറക്റ്റ് ചെയ്ത ആവേശമാണ് അടുത്തത്. ഫഹദ് ഫാസിൽ, ഹിപ്സ്റ്റർ, മിഥുൻ ജയ്ശങ്കർ എന്നിവർ ലീഡ് റോളിലെത്തിയ ചിത്രം യുവനിര ഏറ്റെടുക്കുന്ന കാഴ്ചയാണ് കണ്ടത്. 30 കോടി ബഡ്ജറ്റിലൊരുങ്ങിയ ചിത്രം 156 കോടിയാണ് നേടിയത്. വിനീത് ശ്രീനിവാസൻ ഒരുക്കിയ വർഷങ്ങൾക്ക് ശേഷമാണ് അടുത്തത്. പ്രണവ് മോഹൻലാൽ, ധ്യാൻ ശ്രീനിവാസൻ എന്നിവർ പ്രധാന വേഷങ്ങളിലെത്തിയ ചിത്രം സിനിമയ്ക്കുള്ളിലെ സിനിമയുടെ കഥയാണ് പറഞ്ഞത്. തിയേറ്ററിൽ ചിത്രം വലിയ വിജയമായി മാറി. 81 കോടിയാണ് ചിത്രം കളക്ട് ചെയ്തത്. പൃഥ്വിരാജും E4 എൻ്റർടൈൻമെൻറ്റ്സും ചേർന്ന് നിർമ്മിച്ച ചിത്രമാണ് ഗുരുവായൂർ അമ്പലനടയിൽ. പൃഥ്വിരാജ്, ബേസിൽ ജോസഫ് എന്നിവർ പ്രധാന വേഷങ്ങളിലെത്തിയ ചിത്രം കുടുംബ പ്രേക്ഷകർ ഏറ്റെടുക്കുന്ന കാഴ്ചയാണ് കണ്ടത്. വിപിൻ ദാസ് ഡയറക്റ്റ് ചെയ്ത ചിത്രം 90 കോടിയാണ് നേടിയത്. 15 കോടിയായിരുന്നു ചിത്രത്തിൻ്റെ ബഡ്ജറ്റ്. ജിതിൻ ലാൽ സംവിധാനം ചെയ്ത ARM ആണ് അടുത്തത്. ടോവിനോ 3 ഗെറ്റപ്പുകളിലെത്തിയ ചിത്രം വലിയ ഹിറ്റായി മാറി. 30 കോടിക്ക് ഒരുക്കിയ ചിത്രം 106 കോടിയാണ് നേടിയത്. ടോവിനോ ചെയ്ത മണിയൻ എന്ന കഥാപാത്രം വലിയ ശ്രദ്ധ നേടി. കിഷ്കിന്ധാകാന്ഡമാണ് അടുത്തത്. ആസിഫ് അലി, വിജയരാഘവൻ, അപർണ ബാലമുരളി എന്നിവർ പ്രധാന വേഷങ്ങളിലെത്തിയ ചിത്രം പ്രമേയത്തിലെ വ്യത്യസ്തത കൊണ്ട് ശ്രദ്ധേയമായി മാറി. ആസിഫ് അലിയുടെയും വിജയരാഘവൻ്റെയും പെർഫോമൻസ് എടുത്തു പറയേണ്ടതാണ്. 7 കോടി ബഡ്ജറ്റിലൊരുക്കിയ ചിത്രം 75 കോടിയാണ് നേടിയത്.